നമസ്കാരം. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ വിപണിയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും കാളകളുടെ ആധിപത്യമാണ് നമ്മൾ കണ്ടത്. സെൻസെക്സും നിഫ്റ്റിയും മികച്ച നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് സർവകാല റെക്കോർഡിലെത്തി. സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ AI മിഷൻ 2.0 പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഒപ്പം എൻവിഡിയ, ഓപ്പൺ AI എന്നിവർ ഇന്ത്യയുമായി വമ്പൻ പങ്കാളിത്തങ്ങളും പ്രഖ്യാപിച്ചു. കൂടാതെ നവി മുംബൈ വിമാനത്താവളത്തിലെ ടെലികോം തർക്കം, UK-യിലെ പണപ്പെരുപ്പ കണക്കുകൾ, ലോകത്തെ ഏറ്റവും വലിയ മീഡിയ കമ്പനികളായ വാർണർ ബ്രോസ്, നെറ്റ്ഫ്ലിക്സ്, പാരാമൗണ്ട് എന്നിവർക്കിടയിലെ ഏറ്റെടുക്കൽ വാർത്തകൾ എന്നിവയും നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നുണ്ട്. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ പ്രകടനം നോക്കാം. തുടർച്ചയായ മൂന്നാം സെഷനിലും നിഫ്റ്റിയും സെൻസെക്സും പച്ചപ്പിലാണ് അവസാനിച്ചത്. എന്നാൽ ഇന്നത്തെ യഥാർത്ഥ താരങ്ങൾ പൊതുമേഖലാ ബാങ്കുകളായിരുന്നു. നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് ഇന്ന് റെക്കോർഡ് ഉയരത്തിലാണ് ക്ലോസ് ചെയ്തത്. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് തുടങ്ങിയ ഓഹരികളിലെ ഉയർച്ചയാണ് ഈ കുതിപ്പിന് കാരണം. ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പൊതുമേഖലാ ബാങ്കുകളുടെ ഈ കുതിപ്പ് ഇനിയും തുടരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ PSU ബാങ്ക് ഓഹരികളുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ എന്ന് താഴെയൊന്ന് കമന്റ് ചെയ്യാമോ? അടുത്തത് ടെക്നോളജി ലോകത്തുനിന്ന്, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ നിന്നുള്ള വലിയ വാർത്തകളാണ്. IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ത്യയുടെ AI മിഷൻ 2.0 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. AI വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായ GPUകൾ സാധാരണക്കാർക്കും ഗവേഷകർക്കും കൂടുതൽ ലഭ്യമാക്കാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന AI ഇംപാക്ട് സമ്മിറ്റിൽ വെച്ച് ആഗോള ഭീമന്മാരായ എൻവിഡിയയും ChatGPTയുടെ സൃഷ്ടാക്കളായ ഓപ്പൺ AIയും ഇന്ത്യൻ വ്യവസായങ്ങളുമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും വലിയ പങ്കാളിത്തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ IT കമ്പനികൾക്ക് ഇത് വലിയ അവസരങ്ങളാണ് തുറന്നിടുന്നത്. ടെലികോം സെക്ടറിൽ നിന്നുള്ള ഒരു പ്രധാന അപ്ഡേറ്റ് കൂടി നോക്കാം. പുതിയതായി വരുന്ന നവി മുംബൈ എയർപോർട്ടിൽ മൊബൈൽ ടവറുകളും കേബിളുകളും സ്ഥാപിക്കാൻ ടെലികോം കമ്പനികൾക്ക് അനുമതി അഥവാ റൈറ്റ് ഓഫ് വേ നൽകണമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് വിമാനത്താവള അധികൃതർക്ക് കർശന നിർദ്ദേശം നൽകി. എയർടെൽ, ജിയോ, വോഡഫോൺ ഐഡിയ തുടങ്ങിയ ടെലികോം കമ്പനികൾക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇനി ആഗോള സാമ്പത്തിക ബിസിനസ് വാർത്തകളിലേക്ക് വരാം. UK-യിലെ പണപ്പെരുപ്പം 3% കുറഞ്ഞതെന്നത് ആഗോള വിപണികൾക്ക് തന്നെ ഒരു പോസിറ്റീവ് വാർത്തയാണ്. പെട്രോൾ, ബ്രെഡ് തുടങ്ങിയവയുടെ വില കുറഞ്ഞതാണ് പണപ്പെരുപ്പം താഴേക്ക് വരാൻ സഹായിച്ചത്. അവസാനമായി ലോക മീഡിയ ബിസിനസ്സിൽ നടക്കുന്ന ഒരു വമ്പൻ ഡീൽ. CNN അടക്കമുള്ള ചാനലുകളുടെ ഉടമസ്ഥരായ വാർണർ ബ്രോസ് ഡിസ്കവറി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണല്ലോ. അവരുടെ സ്ട്രീമിംഗ്, സ്റ്റുഡിയോ ബിസിനസ് മാത്രം വാങ്ങാൻ നെറ്റ്ഫ്ലിക്സ് നേരത്തെ കരാർ ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ഇളവ് വാങ്ങിയ ശേഷം കമ്പനിയെ മൊത്തമായി ഏറ്റെടുക്കുന്നതിനായി പാരാമൗണ്ടുമായി വാർണർ ബ്രോസ് വീണ്ടും ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ആഗോള എന്റർടൈൻമെന്റ് മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ചുരുക്കത്തിൽ PSU ബാങ്കുകളുടെ കുതിപ്പും AI മേഖലയിലെ വമ്പൻ പ്രഖ്യാപനങ്ങളും ഇന്ത്യൻ വിപണിക്ക് കരുത്തുപകരുന്നുണ്ട്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.